ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പുരുഷന് നിങ്ങളോട് വളരെ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് അവരുടെ എവിടെയൊക്കെ നിങ്ങൾ ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഏകദേശം ഒരു 8 ബോഡി പാർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു പുരുഷന് അവൻ്റെ ശരീരത്ത് ഒരു സ്ത്രീ തൊടണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അവൻ്റെ ലിപ്പാണ്, അതായത് ചുണ്ട്. ചുണ്ടിലൊക്കെ തലോടുന്നതും ടച്ച് ചെയ്യുന്നതും ഒക്കെ പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പുരുഷന്റെ ചുണ്ടിൽ തൊടുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂട്ടാൻ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് അതിലൂടെ ഒരു പ്ലഷർ കിട്ടാനും അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയോ നിങ്ങളുടെ ലവറിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ഒക്കെ ചുണ്ടിൽ തൊടുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം കൂട്ടുകയും അതോടൊപ്പം തന്നെ ഒരു പുരുഷന് കുറച്ച് പ്ലഷർ കിട്ടാനും അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബോഡി പാർട്ട്. ഇനി രണ്ടാമത്തെ ബോഡി പാർട്ട് എവിടെയാണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീ ടച്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് അവൻ്റെ കഴുത്താണ്. അതായത് പുരുഷന്മാർക്ക് അവരുടെ കഴുത്തിലും കഴുത്തിൻ്റെ പിറകിലും ഒക്കെ ടച്ച് ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം കൂട്ടാൻ അത് വീണ്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കെട്ടിയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു പുരുഷന്റെ കഴുത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബോഡി പാർട്ട്. ഇനി മൂന്നാമത്തേത് എവിടെയാണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഇയേഴ്സ് ആണ്. അതായത് ചെവിയും ചെവിയുടെ പിറകും, ഇത് രണ്ടിടത്തും, അതായത് ചെവിയിലും പിടിക്കണം, നിങ്ങൾ ചെവിയുടെ ബാക്കിലും പിടിക്കണം. ഇങ്ങനെ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ അത് പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ചെവി എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ഏരിയ ആണല്ലോ. ചെവിയിൽ പിടിക്കുന്നതും തൊടുന്നതും ഒക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പുരുഷൻ്റെ ചെവിയുടെ ബാക്കിലേക്ക് ഇത് പിടിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എവിടെയാണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഫേസ് ആണ്. അതായത് മുഖം. പുരുഷന്മാർക്ക് അവരുടെ ഫേസിലൊക്കെ പിടിക്കുന്ന ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് അവരുടെ കവിളിലും ഫേസിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ളൊരു അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് അവരുടെ കവിളിലും മൂക്കിലും അല്ലെങ്കിൽ അവരുടെ താടിയിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് ഒരു പുരുഷൻ അവരുടെ ശരീരത്ത് സ്ത്രീകൾ തൊടണം എന്നാഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല, അവരുടെ ഹെഡിലാണ്, അതായത് തലമുടിയിൽ. പുരുഷന്മാർക്ക് പൊതുവെ ഹെഡ് മസാജ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ വിരലുകളൊക്കെ അവരുടെ തലമുടി കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുകയും ഹെഡ് മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ അവർക്കൊരു പ്രത്യേക എനർജി കിട്ടാനൊക്കെ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ടൈം കിട്ടുമ്പോഴൊക്കെ ഹെഡ് മസാജ് ഒക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങളുടെ പുരുഷന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി ആറാമതായിട്ട് ഒരു പുരുഷൻ അവൻ്റെ ശരീരത്ത് ഒരു സ്ത്രീ ടച്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് അവൻ്റെ കയ്യിലായിരിക്കും. അതായത് ഇന്നർ ഹാൻഡ്, കൈയുടെ അകത്തൊക്കെ ഇങ്ങനെ പിടിക്കുക, അങ്ങനെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പുരുഷന്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തെ പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. ഏഴാമതായിട്ട് ഒരു പുരുഷൻ അവൻ്റെ ശരീരത്ത് തൊടണം എന്നാഗ്രഹിക്കുന്നത് അവൻ്റെ നടുവിലാണ്. അതായത് അവൻ്റെ നടുവിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ തൊടുന്നതും ഒക്കെ അവന് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ നടുവിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ ലവറിൻ്റെയോ ഒക്കെ പുറത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നിങ്ങളുള്ള അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി എട്ടാമത്തെ സ്ഥലം എവിടെയാണെന്ന് നോക്കാം. എട്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, അവരുടെ ഷോൾഡറാണ്. അവരുടെ 2 ഷോൾഡറിലൊക്കെ നിങ്ങൾ പിടിച്ച് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
ചില ആൺകുട്ടികളുണ്ട്, അവർക്കിങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പെൺകുട്ടി അവരുടെ ഷോൾഡറിലൊക്കെ പിടിച്ചിരിക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പുരുഷൻ്റെ ഷോൾഡറിലൊക്കെ ഇത് പിടിച്ച് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.